ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻഡക്ഷൻ കുക്കർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും അതിൻ്റെ കമ്പോണൻസ് ഒക്കെ നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ നേരെ വീഡിയോസിലേക്ക് പോകാം. ഇൻഡക്ഷൻ കുക്കർ അയച്ചു വെച്ചപ്പോൾ ഇതാണ് ഇതിൻ്റെ കോയിലായി വരുന്നത്. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ഒരു കോയിലാണിത്. അതേപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ടച്ച് പാഡാണ് ഇത് വരുന്നത്. സ്വിച്ച് ആണെങ്കിൽ സ്വിച്ച് ചിലതിന് നമുക്ക് ടച്ച് ആയിരിക്കും. അപ്പോൾ അതിനുള്ള കൺട്രോളിങ്ങിൻ്റെ ബോർഡാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ ഇത് ഏത് ഭാഗമാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, അതേപോലെ തന്നെ അതിൻ്റെ ഹീറ്റും ഇതൊക്കെ കറക്റ്റ് ഇതിലേക്ക് വരുന്നത് ഈ ഒരു പാനലിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ പാനലിനെ കൺട്രോൾ ചെയ്ത് വരുന്നത് ഇതിലേക്കാണ്. അപ്പോൾ നമ്മൾ നേരെ പിന്നെ ബാക്ക് ഭാഗത്തേക്ക് കാണാം. ഈ ഒരു ചെറിയൊരു നമ്മൾ സപ്ലൈ വരുന്നത് ഈ ഒരു ലൈനിലാണ്. അപ്പോൾ ഈ ലൈനിൽ വന്നിട്ട് ഇവിടെ ചെറിയൊരു ഫ്യൂസ് ഉണ്ട്. അതേപോലെ ഇതൊരു കപ്പാസിറ്ററാണ്. ഇതും ഒരു കപ്പാസിറ്ററാണ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. അതേപോലെ ഇതാണ് ഇതിൻ്റെ IGBT എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് സപ്ലൈ പവർ ചെയ്ത് നമ്മളെ മാഗ്നറ്റിക് ഫീൽഡിലേക്കുള്ള ഈ കോയിലേക്കുള്ള സപ്ലൈ കൊടുക്കുന്നത് ഈ IGBT ആണ്. അതുപോലെ തന്നെ ഇതിൽ ചെറിയൊരു ഫാനുണ്ട്. നമ്മളെ ഇതിൻ്റെ IGBT ഒക്കെ ഹീറ്റാകുന്ന IGBT തണുപ്പിക്കാനുള്ള ഒരു ഫാനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മൊത്തം ബോർഡിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൻ്റെ IC ആണിത്. അപ്പോൾ നമ്മുടെ ഇതിൽ നിന്ന് വരുന്ന കണക്ഷൻ കൺട്രോൾ ചെയ്യുന്നതും അതേപോലെ തന്നെ ബസർ വർക്ക് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫാൻ കട്ട് ഓഫ് ആവാനും ഓട്ടോമാറ്റിക് നമ്മൾ ഓണാക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ലൈന് ഓഫാക്കുമെന്ന് പറയുന്നതാണ്. നമ്മളിത് സ്വിച്ച് ഓഫ് ആക്കരുത്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഹീറ്റാക്കി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ സ്വിച്ച് ഓഫ് ആക്കരുത്. ഓട്ടോമാറ്റിക് ഈ ടച്ചിലെ സ്വിച്ച് മാത്രമേ ഓഫാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫാൻ ഓട്ടോമാറ്റിക് കട്ടാവുകയും ചെയ്യും. കട്ടായതിന് ശേഷം മാത്രമേ നമുക്ക് എടുക്കാൻ പറയുന്നത്. കാരണം ഈ ഒരു IGBT ഹൈ ഹീറ്റായിരിക്കും. പവർ പ്ലഗിൽ നിന്ന് സ്വിച്ച് ഓഫായി കഴിഞ്ഞാൽ ഈ ഒരു ഫാൻ പെട്ടെന്ന് ഓഫാവുകയും ഈ ഒരു ഭയങ്കര ഹീറ്റിൽ നിൽക്കുന്ന സമയത്ത് ഈ IC ബേണാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓട്ടോമാറ്റിക് സ്വിച്ചൊക്കെ ഇനി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ വരുന്നതിലൊന്നാണ് ഇത് ഇൻഡക്ടറാണ്, ചെറിയൊരു ഇൻഡക്ടറാണ്. പിന്നെ ഇതൊരു ബസറാണ്. പിന്നെ ഈ ഒരു ചെറിയൊരു ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോർഡിലേക്കുള്ള സപ്ലൈ ഉണ്ടാകും 5 വോൾട്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ICയിലേക്കുള്ള വോൾട്ടേജ്, അതേപോലെ തന്നെ ഇതിലേക്കുള്ള ഒരു 18 വോൾട്ട് 0.16 ആണ് ഇതിൻ്റെ മില്ലി ആമ്പയർ വരുന്നത്. ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ IC ആണ്. അപ്പോൾ ഈ ICയിലേക്കും ഈ ഒരു പാനലിലേക്കുള്ള സ്വിച്ച് ബോർഡിലേക്കുള്ള ഇതെല്ലാം ചെറിയൊരു ട്രാൻസ്ഫോമറാണ്. അതിനെ ഡ്രൈവ് ചെയ്യിക്കാനുള്ള ചെറിയൊരു IC ആണിത്. പിന്നെ ചെറിയ കമ്പോണൻസ് ഒക്കെ വരുന്നുണ്ട്. റെസിസ്റ്റൻസ്, അതേപോലെ തന്നെ കപ്പാസിറ്റർ, IGBT ആണ് ഇതിൻ്റെ മെയിൻ. പിന്നെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IGBT ഈ കറണ്ടിൻ്റെ ഇതിനുകൊണ്ടാണ് നമ്മളെ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഒരു പാത്രം വെക്കുമ്പോൾ തോന്നാവില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഈ കാണുന്നത് ഒരു സെൻസറാണ്. ഈ ഒരു സെൻസറിൻ്റെ കണക്ഷൻ നിങ്ങൾക്ക് കാണാം. ഞാൻ ഇവിടെ ഊരിയിട്ടതാണ്. ഈ സെൻസർ ഇവിടെ നിന്നാണ് വരുന്നത്. അത് ഈ സെൻസറൊക്കെ ഈ ഒരു ICയിലാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ട്രാൻസ്ഫോമറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇതൊരു ട്രാൻസ്ഫോമറാണ്. ഈ ഒരു ട്രാൻസ്ഫോമറിന് പ്രൈമറി സെക്കൻഡറി കോയിലുണ്ട്. അപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ 230 സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഇതൊരു ഇൻവെർട്ടറിൻ്റെതാണ്. അപ്പോൾ ഇതിൽ 230 വോൾട്ട് പല ടാപ്പിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ബ്ലാക്കും ഇതിൽ ഏതെങ്കിലും ബ്ലൂ എന്ന് പ്രൈമറി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സെക്കൻഡറി വോൾട്ടേജ് നമുക്ക് 9 വോൾട്ട് ഇവിടെയാണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ പ്രൈമറി ഇതും സെക്കൻഡറി ഇതുമാണ്. അതുപോലെ തന്നെ ഇതിലേക്കുള്ള കറണ്ട് ഉണ്ടാക്കി ഇതിൻ്റെ പ്രൈമറി ഇതാണ് കോയിൽ. അതേപോലെ സെക്കൻഡറി വരുന്നത് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെക്കുന്ന പാത്രം ഇതിൻ്റെ സെക്കൻഡറിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പാത്രത്തിൻ്റെ മുകളിൽ നമ്മൾ 2 വയറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന് വോൾട്ടേജ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ എത്ര ചുറ്റുണ്ട്, ഒരു 5 ചുറ്റൊക്കെ ആണെങ്കിൽ 25 വോൾട്ടേജ് ഔട്ട് വോൾട്ടേജ് ഇന്ന് കിട്ടും. AC കറണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഇതൊക്കെ വർക്ക് ചെയ്യുന്ന ട്രാൻസ്ഫോമറൊക്കെ വർക്ക് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ തത്വം മുഖേനയാണ്. നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ മുഖേനയാണ് ഇതിൻ്റെ വോൾട്ടേജ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊന്നും ആയിട്ട് കണക്ഷനൊന്നുമില്ല. ഇത് നേരെ അങ്ങോട്ട് വോൾട്ടേജിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ്. ഫ്ലക്സ് പിച്ച് ചെയ്തിട്ടാണ് നമുക്ക് ഇതിന് വോൾട്ടേജ്. അതേപോലെ തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡിനെ ഇതിൽ പാത്രത്തിലേക്ക് വരിക. ആ വെള്ളം ചൂടാകാൻ തന്നെ കാരണം അതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ, സീ യു.